എടാ മോനെ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണെന്ന് തന്നെ പറയാം. മിക്ക ചിത്രങ്ങളും 50 കോടി ക്ലബ്ബ് പിന്നിട്ടവയാണ്. തൊട്ടതെല്ലാം പൊന്നെന്ന് പറയും പോലെയായിരുന്നു റിലീസായതെല്ലാം വൻ ഹിറ്റ്. തിയേറ്ററുകളിൽ മലയാള സിനിമ അടക്കി ഭരിച്ചു എന്ന് തന്നെ പറയാം. വിഷുക്കാലത്ത് മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങളാണ് റിലീസായത്. വർഷങ്ങൾക്ക് ശേഷവും ആവേശവും ജയ് ഗണേഷും. 3 സിനിമകൾക്കും മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയ്ക്കൊപ്പം തന്നെ 2 ആഴ്ച മുമ്പ് തിയേറ്ററുകളിലെത്തിയ ബ്ലെസ്സി പൃഥ്വിരാജ് ചിത്രം ആടുജീവിതവും ഇപ്പോഴും മികച്ച സ്വീകാര്യതയോട് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോളിവുഡിന്റെ തലവര മാറ്റിക്കുറിച്ച ഒരു ചിത്രമാണ് ആടുജീവിതം എന്ന് തന്നെ പറയാം. വെറും 9 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ചിത്രം ഇടം നേടിയിരുന്നു. റിലീസ് ചെയ്യുന്ന ഓരോ സിനിമയും കണ്ടന്റിലും ക്വാളിറ്റിയിലും കസറിയപ്പോൾ കോടി ക്ലബ്ബുകളെല്ലാം കയ്യെത്തും ദൂരത്തായി. എന്തിനേറെ 200 കോടി ക്ലബ് എന്ന ഖ്യാതിയും മോളിവുഡിന് സ്വന്തമായി. ഈ ഹിറ്റിന് തുടക്കമിട്ടത് പ്രേമലു ആണ്. വലിയ ഹൈപ്പോ മുൻവിധികളോ ഒന്നുമില്ലാതെ എത്തിയ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കുതിപ്പ് കണ്ട് അമ്പരന്നവരും അഭിമാനിച്ചവരുമാണ് ഏറെ സിനിമാസ്വാദകരും. മലയാളം സിനിമകളിൽ സെൻസേഷൻ സൂപ്പർ ഹിറ്റാണ് മഞ്ഞുമ്മൽ ബോയ്സ്. സൂപ്പർ താരങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചിത്രങ്ങൾ വമ്പൻ ഹിറ്റായി. കേരളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വൻ കളക്ഷനാണ് പ്രേമലുവും മഞ്ഞുമ്മൽ ബോയ്സും നേടിക്കൊടുത്തത്. അതിനുശേഷം വിഷു പൊടി പൂരമാക്കാൻ ഇറങ്ങിയ 3 ചിത്രങ്ങളും മികച്ച സ്വീകാര്യതയോട് തന്നെയാണ് മുന്നേറുന്നത്. ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വർഷങ്ങൾക്കു ശേഷം. നിവിൻ പോളി, ധ്യാൻ, കല്യാണി പ്രിയദർശൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, നീരജ് മാധവ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. 2023 ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായ രോമാഞ്ചത്തിന് ശേഷം സംവിധായകൻ ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആവേശം. ഫഹദ് ഫാസിൽ നായകനാകുന്ന ചിത്രം മലയാള സിനിമയിൽ പുതിയ ട്രെൻഡുകൾക്ക് തുടക്കമിട്ട അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് നിർമ്മിക്കുന്നത്. മോളിവുഡിൽ നിന്നുള്ള അടുത്ത സൂപ്പർ ഹിറ്റ് എന്നാണ് ആവേശം കണ്ടിറങ്ങിയവരുടെ അഭിപ്രായം. രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുന്ന ചിത്രമാണ് ജയ് ഗണേഷ്. വളരെ വ്യത്യസ്തമായ കഥാപാത്രമായാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിലെത്തുന്നത്. റിലീസ് ചെയ്ത ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ മികച്ച കളക്ഷനാണ് ഈ സിനിമകൾ നേടിയിരിക്കുന്നത്. ഫഹദ് ഫാസിലിന്റെ ആവേശം ബോക്സ് ഓഫീസിൽ മുന്നിലാണ്. വിഷു റിലീസുകളിൽ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും തമ്മിലാണ് ഏറ്റവും വലിയ മത്സരം നടക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 2 ചിത്രങ്ങളും ആദ്യ ദിനം നേടിയത് 10 കോടി വീതമാണ്. ഈ വാരാന്ത്യത്തിൽ 2 ചിത്രങ്ങളും കാര്യമായ നേട്ടം കൊയ്യുമെന്ന് ഉറപ്പാണ്. ബുക്ക് മൈ ഷോയിലെ റേറ്റിംഗിലും വോട്ടിലും ആവേശം തന്നെയാണ് മുന്നിൽ. ഉണ്ണിമുകുന്ദൻ അഭിനയിച്ച ജയ് ഗണേഷിന് 1000-ലേറെ ടിക്കറ്റുകളും മണിക്കൂറിൽ വിറ്റുപോകുന്നുണ്ട്. വിഷുവിന് മുമ്പ് ഇറങ്ങിയ ആടുജീവിതം ഇപ്പോഴും തിയേറ്ററിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മണിക്കൂറിൽ 4000-ന് മുകളിൽ ടിക്കറ്റാണ് ആടുജീവിതത്തിന് വിറ്റുപോകുന്നതെന്നാണ് ബുക്ക് മൈ ഷോ കണക്കുകൾ പറയുന്നത്. സാമ്പത്തികമായി മലയാള സിനിമ 2024 അതിന്റെ സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ തെറ്റാകില്ല. ഈ വർഷത്തെ 3.5 മാസം പിന്നിടുമ്പോൾ മലയാളത്തിൽ ഇറങ്ങിയത് 51 ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളെല്ലാം ചേർന്ന് ആഗോള ബോക്സ് ഓഫീസിൽ നേടിയത് 750 കോടിയോളം രൂപയാണ്. മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ ബൂം ആണെന്ന് തന്നെ പറയാം. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മലയാള സിനിമ 374 കോടിയാണ് നേടിയിരിക്കുന്നത്. അതായത് മലയാള സിനിമയുടെ മൊത്തം കളക്ഷന്റെ 50% വിദേശത്ത് നിന്നും വരുന്നു എന്നതാണ്. തിയേറ്റർ റിലീസ് സംബന്ധിച്ച് മലയാളത്തിന് വലിയ സാധ്യതകളാണ് ഈ കണക്ക് തുറന്നിടുന്നത് എന്ന് വ്യക്തമാണ്. ബോളിവുഡും തെലുങ്കും കഴിഞ്ഞാൽ മലയാളമാണ് ഇത്തവണ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മുന്നിൽ. കോവിഡിന് ശേഷം കേരളത്തിലെ തിയേറ്ററുകളിൽ പൊടി പാറുന്ന വിഷുക്കാലമായിരുന്നു ഇപ്രാവശ്യത്തേത്.